നമസ്കാരം, ഏവർക്കും സൺഡേ വൈബ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില ചിന്തകളുമായാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ബിസിനസ് ലോകം വെല്ലുവിളികളുടെയും അവസരങ്ങളുടെയും സമ്മിശ്രമായ ഒരു പ്ലേ ഗ്രൗണ്ടാണ്. അതിൽ വിജയിക്കാൻ നമ്മുടെ മനസ്സിലേക്കും പ്രവർത്തനത്തിലേക്കുമൊക്കെ ദിശാബോധം നൽകുന്ന മഹാന്മാരുടെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകും. ഇന്ത്യൻ ജനതയുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച മഹാനായ ശാസ്ത്രജ്ഞനും മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ വലിയ വിജയം നേടാനാകൂ എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. ഡ്രീം 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 ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻറ്റു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. സ്വപ്നം കാണൂ, സ്വപ്നം കാണൂ, സ്വപ്നം കാണൂ. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുകയും ചിന്തകൾ പ്രവൃത്തിയായി മാറുകയും ചെയ്യും എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നോക്കൂ, വലിയ വിജയങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ അനിവാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലോ ജീവിതത്തിലോ വലിയ തോതിൽ വളരണമെങ്കിൽ, അല്ലെങ്കിൽ വിജയിക്കണമെങ്കിൽ, ആദ്യം മനസ്സിൽ തന്നെ അതിൻ്റെ ഒരു രൂപം സൃഷ്ടിക്കണം. ഡു നോട്ട് റീഡ് സക്സസ് സ്റ്റോറീസ്, you will only get a message. Read failure stories, you will get some ideas to get success. വിജയ കഥകൾ വായിക്കരുത്, അതിൽ നിന്ന് നിങ്ങൾക്കൊരു സന്ദേശം മാത്രമേ കിട്ടൂ. എന്നാൽ പരാജയ കഥകൾ വായിച്ചാൽ നിങ്ങൾക്ക് വിജയം നേടാനുള്ള ചില ആശയങ്ങൾ ലഭിക്കും എന്നാണ് കലാം സാർ തന്നെ പറഞ്ഞു വെച്ചത്. പരാജയം ഒരു അന്തിമ തീരുമാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാഠപുസ്തകമാണ്. ലോകപ്രസിദ്ധനായ ഹെൻറി ഫോർഡിൻ്റെ വാക്കുകളിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഫെയിലിയർ ഈസ് സിംപ്ലി ദ ഓപ്പർച്യൂണിറ്റി ടു ബിഗിൻ അഗെയിൻ, ദിസ് ടൈം മോർ ഇൻ്റലിജൻ്റ്ലി. അതായത് പരാജയം എന്നത് ഈ തവണ കൂടുതൽ വിവേകത്തോടെ തുടങ്ങാനുള്ള മറ്റൊരു അവസരമാണ് എന്നാണ്. പ്രിയമുള്ളവരെ, അതോടൊപ്പം ആത്മവിശ്വാസം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമെന്ന കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞു വെച്ചത്, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. നിങ്ങൾ ഒരു സൂര്യനെപ്പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെപ്പോലെ കത്തിജ്വലിക്കേണ്ടി വരുമെന്നാണ്. പ്രിയ സംരംഭകരെ, ആത്മവിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ലോക പ്രശസ്തനായ സാഹിത്യകാരൻ വാൾട്ട് ഡിസ്നിയുടെ വാക്കുകൾ ഇതേ ആശയം വ്യക്തമാക്കി തരുന്നുണ്ട്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്കതിനെ സ്വപ്നം കാണാൻ കഴിയുന്നെങ്കിൽ അതിനെ യാഥാർത്ഥ്യമാക്കാനും കഴിയും. ഓ, എത്ര മനോഹരമായ വാക്കുകളാണിത്. അതുപോലെ തന്നെ നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്, അതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. യുവർ ടൈം ഈസ് ലിമിറ്റഡ്, സോ ഡോണ്ട് വേസ്റ്റ് ഇറ്റ് ലിവിങ് സംവൺ എൽസ് ലൈഫ്. നിങ്ങളുടെ സമയം പരിമിതമാണ്, അതിനാൽ എങ്ങനെയെങ്കിലും ജീവിച്ചതിനെ പാഴാക്കരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അത്യന്തം വിലപ്പെട്ടതാണ് എന്ന് ചിന്തിച്ചാൽ വെറുതെ ഇരിക്കാൻ നമുക്ക് സാധിക്കില്ല. മാൻ നീഡ്സ് ഡിഫിക്കൽട്ടീസ് ഇൻ ലൈഫ് ബിക്കോസ് ദേ ആർ നെസസറി ടു എൻജോയ് ദ സക്സസ് എന്നാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത്. മനുഷ്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനിവാര്യമാണ്, കാരണം അവയില്ലെങ്കിൽ വിജയം ആസ്വദിക്കാനാവില്ല. പ്രിയമുള്ളവരെ, അതിനാൽ കാലതാമസം ഒഴിവാക്കി ഇന്ന് തന്നെ പ്രവർത്തനം ആരംഭിക്കുക. അങ്ങനെ നിങ്ങൾ കർമ്മരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പേടിയുമില്ലാതെയുള്ള അധ്വാനവും വിജയത്തിന് വഴിയൊരുക്കുമെന്ന കാര്യം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തിങ്കിങ് ഈസ് ദ ക്യാപിറ്റൽ, എൻ്റർപ്രൈസ് ഈസ് ദ വേ, ഹാർഡ് വർക്ക് ഈസ് ദ സൊല്യൂഷൻ. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ചിന്തയാണ് മൂലധനം, സംരംഭശക്തിയാണ് മാർഗം, കഠിനാധ്വാനമാണ് പരിഹാരം. അതുകൊണ്ട് തന്നെ വിജയം പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നല്ല, അതിനായി കഠിനാധ്വാനം വേണം. അങ്ങനെയുണ്ടായാൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കും. സക്സസ് ഈസ് നോ ആക്സിഡൻറ്റ്, ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്, പെർസെവറൻസ്, ലേണിംഗ്, സ്റ്റഡിയിങ്, സാക്രിഫൈസ് ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ ലവ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ് എന്നാണ് വിശ്വപ്രസിദ്ധനായ ഫുട്ബോൾ താരം പെലെ പറഞ്ഞത്. അഥവാ വിജയം ഒരു അപകടമല്ല, അതിനെ നേടാൻ കഠിനാധ്വാനം, സഹനശീലം, പഠനം,
അർപ്പണം, അതിനേക്കാൾ പ്രധാനമായത് അതിനോടുള്ള സ്നേഹം, ഇവയെല്ലാം ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയമുള്ള സ്നേഹിതരെ, ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ അതിന് ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും പ്രധാനമാണ് എന്ന് ചുരുക്കം. വീണ്ടും ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ തന്നെ പറയട്ടെ. ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഡിമാൻഡ് സ്ട്രെങ്ത്, വെദർ ഇറ്റ് ഈസ് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ട് എവറസ്റ്റ് ഓർ ടു ദ ടോപ്പ് ഓഫ് യുവർ കരിയർ. ഉയരത്തിലേക്ക് കയറാൻ കരുത്ത് ആവശ്യമാണ്. അത് എവറസ്റ്റിൻ്റെ ഉച്ചിയിലേക്കാണോ നിങ്ങളുടെ കരിയറിൻ്റെ ഉച്ചിയിലേക്കാണോ എന്നത് തിരിച്ചറിയുക എന്നാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ആണെങ്കിലും സംരംഭകത്വത്തിലാണെങ്കിലും വിജയിക്കുന്നതിന് ഒരു ലക്ഷ്യം അനിവാര്യമാണ്. ദ വേ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ഈസ് ടു ക്വിറ്റ് ടോക്കിംഗ് ആൻഡ് ബിഗിൻ ഡൂയിങ്. ആരംഭിക്കാനുള്ള വഴി എന്ന് പറയുന്നത് വർത്തമാനം നിർത്തി പ്രവർത്തനം തുടങ്ങുക എന്നതാണ്. ദ റൈറ്റ് ടൈം, ശരിയായ സമയത്തെ കാത്തിരിക്കേണ്ടതില്ല. ഇന്ന് തന്നെ പ്രവർത്തനം ആരംഭിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സക്സസ് യൂഷ്വലി കംസ് ടു ദോസ് ഹു ആർ ടു ബിസി ടു ബി ലുക്കിംഗ് ഫോർ ഇറ്റ്. വിജയം സാധാരണയായി അതിനെ അന്വേഷിക്കാതെ അതിനായി പ്രവർത്തിക്കുന്നവർക്കാണ് ലഭിക്കുക എന്നാണ് മഹാനായ ഹെൻറി ഡേവിഡ് തോറോ പറഞ്ഞത്. നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമ്മെ തേടി വരണമെങ്കിൽ അതിനായി പ്രവർത്തിക്കുക, അതിനെപ്പറ്റി ചിന്തിച്ച് വെറുതെ സമയം കളയരുത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകും. എന്നാൽ അവയെ അഭിമുഖീകരിക്കേണ്ടത് ശക്തിയോടെയും ആത്മവിശ്വാസത്തോടെയും ആയിരിക്കണം. ഡോക്ടർ കലാം നമ്മളോട് പറഞ്ഞതുപോലെ, യു ഹാവ് ടു ഡ്രീം ബിഫോർ യുവർ ഡ്രീംസ് ക്യാൻ കം ട്രൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആദ്യം അവയെക്കുറിച്ച് സ്വപ്നം കാണണം. അതുകൊണ്ട് നമുക്ക് നമ്മെ മാറ്റിയെടുക്കാം, നമ്മുടെ ബിസിനസ് ഉയർത്താം, പുതിയൊരു ലോകം കെട്ടിപ്പടുക്കാം. നന്ദി, നമസ്കാരം.